കോക്രോച്ച് ജനതാ പാർട്ടി സൗഹൃദ കൂട്ടായ്മ കൊച്ചിയിൽ ഇന്ന് വൈകിട്ട് 3 മണി മുതൽ കൊച്ചി മറൈൻ ഡ്രൈവിലാണ് CJP യോഗം ചേരുക. ടെലിഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഒത്തുചേരലിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. AT അശ്വതിയുണ്ട് വിവരങ്ങളുമായി. അശ്വതി, ഇത് ഒരു സാധാരണ ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ടാണോ ഇത് ചേരുന്നത്? ഇതിന് എന്തെങ്കിലും പ്രത്യേക അജണ്ടകൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ ഒരു കാർഡാണ് ഇപ്പോൾ പ്രചാരത്തിൽ ഇരിക്കുന്നത്. അതായത് അതിൽ വ്യക്തമാക്കുന്നത് ഇന്ന് 2:30 മറൈൻ ഡ്രൈവിൽ ഇത്തരത്തിൽ ആളുകൾ ഒത്തുകൂടുന്നു എന്നാണ്. അങ്ങനെ ഒത്തുകൂടാൻ ആഗ്രഹമുള്ളവർ, അതായത് CJP പാർട്ടിയുടെ ഭാഗമാകാൻ ആഗ്രഹമുള്ളവർ അതിലൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് നേരെ ചെല്ലുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിലേക്കാണ്. ഈ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അങ്ങനെ ഇവർ നിലവിൽ 14 പേരാണ്. രാവിലെ നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ വിശദാംശങ്ങൾ എടുക്കുമ്പോൾ 14 പേരായിരുന്നു ആ ഗ്രൂപ്പിലെ അംഗങ്ങളായിട്ടുള്ളത്. ഇപ്പോൾ അതൊരു പക്ഷേ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്, വർദ്ധിച്ചിരിക്കാം. നിലവിൽ 2:30-3 മണിയോടുകൂടി മറൈൻ ഡ്രൈവിൽ ഇത്തരത്തിൽ ഒത്തുകൂടൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ചില അജണ്ടകൾ പറയുന്നുണ്ട്. ഈ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പരസ്പരം പരിചയപ്പെടുക എന്നതാണ്. ഇതുവരെ ഇന്ത്യയിൽ ഈ CJPയുടെ ഒരു മീറ്റപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രാജ്യത്ത് തന്നെ ആദ്യത്തെ മീറ്റപ്പ് ആകാനാണ് സാധ്യത. ഒരു പരിചയപ്പെടലാണ് ഇതിലെ പ്രധാനപ്പെട്ട അജണ്ട. അംഗങ്ങൾ തമ്മിൽ പരിചയപ്പെടുക, ഈ ഗ്രൂപ്പിനെ നിയമപരമായി രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതുപോലെ തന്നെ നാടിൻ്റെ നന്മയ്ക്ക് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന കാര്യം ചർച്ച ചെയ്യുക, സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കും അക്രമങ്ങളും നിയമത്തിൻ്റെ മുൻപിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ചർച്ച, അതുപോലെ തന്നെ പരസ്പരം ഈ അംഗങ്ങളുടെ കാഴ്ചപ്പാടുകളും അറിവുകളും പങ്കുവയ്ക്കുക. ഇതാണ് ഇവരുടെ അജണ്ടയിൽ പറയുന്നത്. എന്തായാലും ഇത് ആദ്യത്തെ ഒരു മീറ്റപ്പാണ്. പരസ്പരം ആളുകളെ അറിയുക, മെമ്പർമാർ തമ്മിൽ ഒരു പരിചയം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഈ മീറ്റപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ നിയമ സംവിധാനമെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഈ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ സംഭവമൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ടോ, അത്തരം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കോ പ്രകടനങ്ങൾക്കോ ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്, അതൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നിലവിൽ ഈ കൂട്ടായ്മയുടെ ഗ്രൂപ്പിൽ നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു കാർഡ്, ഒരു ഗ്രാഫിക്സ് കാർഡാണ് ഇപ്പോൾ എല്ലാവർക്കും ആയി കൈമാറി വരുന്നത്. അത് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകിട്ട് ഈ 14 പേർ അതിൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും രാജ്യത്തെ ഇത് നടക്കുകയാണെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ ഒരു കൂട്ടായ്മയായിരിക്കും. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യത്തെ ഒരു സൗഹൃദ കൂട്ടായ്മയായിരിക്കും കൊച്ചിയിൽ നടക്കാനിരിക്കുന്നത്. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഇവരുടെ ഈ ഒരു സൗഹൃദ കൂട്ടായ്മ ചേരുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ഭാവിയിൽ തീരുമാനിക്കും, എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രധാന അജണ്ട, എത്ര പേർ ഇതിൽ പങ്കെടുക്കുമെന്നൊക്കെ 3 മണിയോടുകൂടിയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.